ദാ നിൽക്കുന്നു നമ്മുടെ ചീരക്കുട്ടന്മാര്. ചീരയെല്ലാം നല്ല അടിപൊളിയായിട്ട് പിടിച്ചു വരുന്നുണ്ട്. ചെറുതര നിൽക്കുന്നുണ്ടോ? പൊട്ടറ്റോസ് ആണെന്നുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് കിളിച്ചു വരുന്നുണ്ട്. ഏവക്കുട്ട എന്തെടുക്കുവാടാ? കുഞ്ഞാലല്ല, ഊഞ്ഞാൽ. ഓക്കെ, ഊഞ്ഞാലാടുക കുഞ്ഞ്. കുഞ്ഞിന്റെ ഭാഷയിൽ ഊഞ്ഞാലാടുക. അച്ഛൻ എന്തെടുക്കും? അച്ഛൻ സൗന്ദര്യം ആസ്വദിക്കുന്നു. അതെ, സെൽഫ് ലവ് അല്ലേ? നമുക്കാണെന്നുണ്ടെങ്കിലേ നമ്മുടെ ചീരയും കൃഷിയൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താലോ? ചീര ഇട്ടിട്ട് നമ്മൾ കാണിച്ചതേ ഇല്ലായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം. വെളിയിലോട്ടൊന്ന് ഇറങ്ങാം. വൈകുന്നേരമായി. അപ്പം കൃഷി കണ്ടിട്ട് നമ്മുടെ നാട്ടിലെ കൃഷി പോലെ ഒന്നും പ്രതീക്ഷിക്കില്ല. കാരണം നമുക്ക് ഇവിടെ ലിമിറ്റേഷൻ ഒക്കെ ഉണ്ട് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട്. അതെ, നാട്ടിലെ പോലെ നമുക്ക് ഇങ്ങനെ കൃഷി ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ ഭയങ്കര പാടാണ്. എല്ലാം വളരാൻ നമുക്ക് ഭയങ്കര താമസമാണ്. അതെ, പിന്നെ വാങ്ങിച്ചു വെച്ചാൽ എക്സ്പെൻസീവ് ആണ്. എല്ലാം സർവൈവ് ചെയ്യത്തില്ല. കാരണം ഈ ആഴ്ചകളിലൊക്കെ യൂറോപ്പിലെല്ലാം ഭയങ്കര ചൂട് അതും ഇതുമാണെന്നൊക്കെ പറഞ്ഞില്ലേ. പക്ഷെ ഇവിടെ ആണെങ്കിൽ അധികം ചൂടൊന്നും ഇല്ല. ഒരു 19-20 ഡിഗ്രി ഒക്കെ. ഇന്നലെ രാത്രി എത്രയായിരുന്നു അറിയാവോ? ഇന്നലെ രാത്രി 9 ഡിഗ്രി. രാത്രി ആണെങ്കിൽ വളരെ താഴെ 9, 10, 11. അപ്പോഴത്തേക്ക് ചെടികളൊന്നും വളരത്തില്ല. ചെടികൾക്കൊക്കെ പകല് 22. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ചെടികളൊക്കെ നല്ല ചൂടിൽ വളരുന്ന ചെടികളാണ്. ഇവിടെ ആപ്പാടെ വളരാൻ ചാൻസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രീൻ പീസും പിന്നെന്താണ് സലാഡും അങ്ങനത്തെ 1-2 സാധനങ്ങളൊക്കെ വളരത്തുള്ളൂ. അതൊക്കെ വളർന്നിട്ടുണ്ട്, ചെറിയ മെച്ചമുണ്ട്. ബാക്കി നമ്മുടെ ഇന്ത്യൻ സാധനങ്ങളൊക്കെ കണക്കാണ്. എന്നാലും നമ്മൾ ചെയ്യും നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട്. നാട്ടിലൊക്കെ അല്ലേ, നാട്ടിൽ പോയി കഴിഞ്ഞാൽ എന്തായാലും കൃഷി ചെയ്യാം. പക്ഷെ പല കാരണങ്ങളെ കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും മാറ്റി വെക്കേണ്ടി വരും. അതിനെ കുറിച്ച് എന്തായാലും ഞാൻ പറയുന്നില്ല. എനിക്ക് കൃഷി ചെയ്യാൻ പേഴ്സണലി ഇഷ്ടമാണ്. ഇത് എന്റെ വാഴയൊക്കെ കണ്ടോ, ഞാൻ പെരക്കകത്ത് ഒരു വാഴ വെച്ച് വളർത്തുന്നത്. വാഴ ഇത് അത്രയ്ക്ക് വലുതാകുന്ന വാഴയല്ലേ തോന്നല്ലേ? അല്ല, ഇത് നോക്കിയാൽ ഇതിങ്ങനെ ഒരു ഗാർഡൻ പ്ലാന്റ് പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. അതെ, നല്ല നീളമൊന്നും വെക്കുന്നില്ല. ഞാൻ ആക്ച്വലി കരുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നീളം വെക്കുമെന്ന്. പക്ഷെ ഇലകൾ ഇപ്പൊ വലുതായി വരുന്നുണ്ട്. ഇലക്ക് കുറച്ച് വലിപ്പമൊക്കെ വെച്ച് വരുന്നുണ്ട്. പക്ഷെ ഇവിടോട്ട് നോക്കിയാൽ ഇതിങ്ങനെ ഇടുങ്ങി ഇരിക്കുകയാണ്. ഈ ഇലകൾക്ക് തമ്മിലൊരു ഗ്യാപ്പ് ഇല്ല. ഒരു വർഷമായത് വെച്ചിട്ട് 1 വർഷമായി തോന്നുന്നു. നമ്മളെപ്പോഴും കെയർ ചെയ്യും ഇതിന്. ഭയങ്കര ഇഷ്ടമാണ് വാഴയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ നാട്ടിലൊക്കെ കണ്ടു ഗ്രഹാതുരത്വം ഫീൽ ചെയ്യും. ഞാൻ പണ്ടൊക്കെ എനിക്ക് ഇഷ്ടം പോലെ വാഴ കൃഷി ഉണ്ടായിരുന്നു. മനസ്സിലായോ? എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, രാഹുൽ എന്ന് പറയുന്നത്. അവന്റെ വീട്ടിൽ പോയിട്ട് ഞാൻ വാഴയൊക്കെ കൊണ്ടുവരും. അവരുടെ വീട്ടിൽ കുറെ വാഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നത് +1, +2 ഒക്കെ പഠിക്കുന്ന സമയത്താണ് തോന്നുന്നു. ആ സമയത്ത് എനിക്ക് വാഴ കൃഷി ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഞാൻ അവൻ്റെ വീട്ടിൽ പോയിട്ട് പലതരത്തിലുള്ള വാഴ കൊണ്ടുവരും. ഏത്തവാഴ, മോറീസ്, ഞാലിപ്പൂവൻ, പാളാന്തോടൻ, അങ്ങനെ പല വെറൈറ്റീസ് ഉണ്ടായിരുന്നു. അങ്ങനെ വീടുകളിലെല്ലാം വീടിൻ്റെ ചുറ്റിലും പറമ്പിലും ഒക്കെ നമുക്ക് ഇഷ്ടംപോലെ പറമ്പൊക്കെ ഉള്ള സമയത്ത് അവിടെ എല്ലാം വെച്ച് വളർന്നു വരുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പോഴും ഇഷ്ടമാണ്. പക്ഷെ നമ്മളിവിടെ ആയതുകൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ നമ്മൾ തന്നെ വാഴകളായി. സാഹചര്യമാണല്ലോ മനുഷ്യനെ ചിലപ്പോൾ വാഴകളാണ്ട് വരുന്നത്. ആക്ച്വലി എന്തിനാ വാഴ കുറ്റം പറയുന്നത്? എല്ലാം കൊണ്ട് വാഴ ഉപകാരമുള്ളതാണ്. വാഴ അത് ശരിയാണ്. വാഴയാണെന്ന് പറയാൻ നമുക്ക് ആക്ച്വലി ശരിയല്ലേ? എല്ലാം കൊണ്ട് വാഴ നല്ല. വാഴയുടെ ഇല ഉപയോഗിക്കാം, വാഴക്കായ ഉപയോഗിക്കാം, വാഴ കൂമ്പ് ഉപയോഗിക്കാം, വാഴ പിണ്ടി ഉപയോഗിക്കാം, എല്ലാം ഉപയോഗിക്കാം. ഏറ്റവും ഇഷ്ടം അല്ലേ? വാഴയുടെ ഈ നാര് വരെ നമുക്ക് ഉപയോഗിക്കാം. എന്നിട്ട് പറച്ചിലോ വാഴയൊക്കെ എല്ലാം കുറ്റം, വാഴയാണെന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ വാഴ. പിന്നെ കുറച്ച് ചെടികളൊക്കെ അകത്ത് നിപ്പുണ്ട്. അപ്പൊ നമ്മൾ അന്നയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നൊരു പ്ലാന്റ്. അതെ, അവർ അമ്മ തന്നേ. അവര് കുഞ്ഞൊരു ചെടി ഇങ്ങനെ മുറിച്ച് വെച്ചിട്ട് അതിന് വേര് പിടിപ്പിച്ചിട്ട് അത് തന്നതാ. വെള്ളത്തിൽ വെച്ചാലും കിളിക്കും. ഞാൻ വെച്ച് വളർത്തുന്നുണ്ട്. ഇത് അതെ, ഇതും വെക്കുന്നുണ്ട് നമ്മള്. ഇതും പീസ് ലില്ലി ആയിരുന്നു. പീസ് ലില്ലിയുടെ അത് നമ്മള് അക്വേറിയത്തിൽ വെച്ച് വളർത്തുന്നുണ്ട്, അല്ലാതെ വളർത്തുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് വെളിയിൽ പോയിട്ടേ നമ്മുടെ കൃഷികളൊക്കെ കാണിക്കാം. അല്ലടാ കൂട്ടാ? എന്തോ അത് പട്ടിയോ? ഓക്കെ, ബാ. ഇതുണ്ടോ, ഇതാണ് നമ്മുടെ അക്വേറിയത്തിൽ വെച്ചിട്ടുള്ള ചെടികൾ. മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ആ ചെടി, ഇതിന്റെ പേരെന്തോ നമുക്ക് അറിയത്തില്ല, നോക്കിയിട്ടില്ല. പിന്നെ അതെ പീസ് ലില്ലി. ഇതിനെല്ലാം ശരിക്കും വേരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ ഉള്ളിലും കുറെ ചെടികളൊക്കെ നിൽപ്പുണ്ട്. ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് ബിസിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇന്നലെ ഞാനൊരു കാഴ്ച കണ്ടായിരുന്നു. ഇതിനകത്ത് ആ മഞ്ഞ കളറിലെ കൊഞ്ചില്ലേ, അതാണെന്നുണ്ടെങ്കിൽ വേറൊരെണ്ണത്തിനെ കടിച്ച് തിന്നുന്നു. ഇവര് തമ്മിൽ അങ്ങനെയാണ്. ഇത് കാരണം വെച്ച് കഴിഞ്ഞാല് ഇതിനകത്ത് കൊഞ്ചുകളുണ്ടല്ലോ, അത് ഈ കൊഞ്ചുകൾക്ക് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ വാട്ടറിൽ അത് പെട്ടെന്ന് മരിച്ചു പോകും. കാരണം pH-ലും അതിലും ഇതിലും ഒക്കെ ചെറിയൊരു വ്യത്യാസം വന്നാൽ മതി. ഇവൻ വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്തും കൊഞ്ചുകൾ മരിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇത് പെട്ടെന്ന് പെരുകും ഇതിനകത്ത്. മനസ്സിലായോ? എനിക്ക് അധികം ഫിഷ് ഒന്നും ഇല്ല ഇപ്പം, കുറെ നാളായി നല്ലോണം ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട്. എന്നാലും ചെടികളൊക്കെ ഗ്രോത്ത് ആവുന്നുണ്ട്. ചെടികൾക്കൊന്നും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു പ്ലാന്റ് കണ്ടോ, ഇതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മരം പോലായേ. അപ്പൊ ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ചോണ്ട് വന്നത്. ഇത് വെച്ചവർക്ക് അറിയായിരിക്കും ഇത് എന്തോ സംഭവം. ഞാൻ വേണമെങ്കിൽ എടുത്ത് കാണിക്കാം. വേണ്ട, എടുക്കണ്ട ഇപ്പൊ എടുക്കണ്ട, അതവിടെ ഇരിക്കട്ടെ.
അത് നമ്മൾ വെച്ച സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു വുഡ് പോലത്തെ ഒരു സംഭവം കൊണ്ട് വെച്ചിട്ട് അതേ ഈ ചെടികൾ പിടിപ്പിച്ചാണ്. അപ്പൊ പിടിച്ച് അവസാനം അതുണ്ടല്ലോ ബോൺസായി ചെടി പോലെ ഉണ്ട്. അതെ, ഒരു ബോൺസായി പോലെ ആയിട്ടുണ്ട്. അപ്പൊ ഇത് ഞങ്ങൾ വാങ്ങിയെടുത്ത പുള്ളിക്കാരൻ പറയുകയാണ് ഇതിപ്പോ കൊടുത്തു കഴിഞ്ഞാൽ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ബോൺസായി ട്രീ പോലെ ആയി അണ്ടർ വാട്ടറിലെ. ഇയാൾ അതിലെന്തോ ഇട്ടിട്ടുണ്ടല്ലോ, അതെന്തോ ഇട്ടേ? അത് ഞാൻ പിന്നെ കൊഞ്ചുകൾക്ക് കയറി ഹൈഡ് ചെയ്യാൻ വേണ്ടിട്ട്, കാരണം ഒരുപാട് കൊഞ്ചുകൾ ഇങ്ങനെ മുട്ടയിട്ടിരിപ്പുണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ ഹൈഡ് ചെയ്യാൻ കുറച്ച് സ്പോട്ട് ഉണ്ടാക്കി വെച്ച്. ഓക്കെ, ഇവനാണ് ഇതിന്റെ കൂട്ടത്തെ വില്ല്. ഇതിന്റെ അകത്ത് ഒരുപാടുണ്ട്. എനിക്ക് വാട്ടർ ചേഞ്ച് ചെയ്യണം, അതിന്റെ അകത്ത് അഴുക്കൊക്കെ ഉണ്ട്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ജോലിയൊക്കെ ആയിരുന്നു. നമ്മുടെ ഗപ്പിയെ കണ്ടോ? അധികം ഫിഷസ് ഒന്നും ഇല്ല, കാരണം നമ്മളൊരു രസത്തിന് വേണ്ടി വളർത്തുന്നതാണല്ലോ. അതുകൊണ്ട് ചെറിയ ചെടിയും അതും ഇതും ഒരു സന്തോഷം, അത്രേ ഉള്ളൂ. ഒരു മനസ്സമാധാനം ഇതൊക്കെ കാണുമ്പോ. പിന്നെ അതേ നമ്മുടെ ഡാലിയ അന്ന് നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നില്ലേ, അതാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇപ്പൊ ഞാനെടുത്ത് ഇങ്ങോട്ട് അകത്തോട്ട് ഷെയ്ഡിലോട്ട് വെച്ചാണ്. ആരോ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഡാലിയക്ക് അധികം വെയിൽ വേണ്ടെന്ന്. ഞാൻ ഇതിന്റെ പൂ എന്താ ഇങ്ങനെ വാടി പോന്നേന്ന് പിന്നെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് മനസ്സിലായത് ഈ വെയിലത്ത് വെച്ചത് കൊണ്ടാണ് ഇതെല്ലാം പൂക്കൾ ഇങ്ങനെ വാടി പോകുന്നതെന്ന്. അങ്ങനെ പിന്നെ ഞാൻ എടുത്തത് അകത്ത് നമ്മുടെ കാർ ഷെഡിൽ കൊണ്ടുവന്നിട്ട് ഇപ്പൊ കുറെ മുട്ട് പിടിക്കുന്നുണ്ട്. ഈ പൂക്കൾ വിരിഞ്ഞതെല്ലാം നമ്മൾ പറിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഇനിയും പിടിക്കുമായിരിക്കും. ഇതും അങ്ങനെയായിരുന്നു, ആ കളർഫുൾ ആയിട്ടുള്ള പൂ പിടിച്ചതായിരുന്നത്. അതിന്റെ കളറെല്ലാം അങ്ങ് പോയല്ലേ, ഇപ്പൊ ഒരു മഞ്ഞ കളർ. ചിലപ്പോ ആ ഷെയ്ഡ് വരുമായിരിക്കും അതില്. മഞ്ഞയും പിങ്കും ആയിട്ടുള്ളതായിരുന്നു. പിന്നെ പൂക്കളെല്ലാം വന്നതെല്ലാം ഞാൻ പിച്ചിപ്പറിച്ച് കളഞ്ഞു, അതെല്ലാം പോയി ഉണങ്ങി നിൽക്കുന്നതെല്ലാം. അന്ന് നമ്മൾ പിച്ചും കൊണ്ടുവന്ന് ഇപ്പൊ എത്രയായി, 2 ആഴ്ച കൂടുതലായെന്ന് തോന്നേ. ഇത്രയും ദിവസമായിട്ട് ഒരു കുഴപ്പവും ഇല്ലാതെ അങ്ങനെ നിൽക്കുന്നു. പിന്നെ അതെ ആ ലില്ലി പൂക്കൾ കാട്ടിന്ന് കൊണ്ടുവന്ന് അത് കുറെയൊക്കെ അങ്ങ് വാടി താഴെ കൊഴിഞ്ഞു വീണു പോയി. പിന്നെ ഉള്ളത് വിരിയാനുള്ളതെല്ലാം വിരിയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പോവാറായി. ഇവിടുത്തെ ചെടികളും എല്ലാം ഭയങ്കരമായിട്ട് ഇവിടുന്ന് സൂര്യപ്രകാശം കിട്ടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാന്ന് തോന്നുന്നു ഇതെല്ലാം അങ്ങ് ഓവറായിട്ട് ചൂടടിക്കുന്നെന്ന് തോന്നുന്നു. പകല് പിന്നെ രാത്രിയിലാണെങ്കിൽ തണുപ്പുമാണ്. ഇതിനെല്ലാം ഒരുമാതിരി ഒരു സുഖമില്ലാതെ നിൽക്കുന്നു. പിന്നെ പഴയ പിടിച്ചതെല്ലാം ഞാൻ ഇന്നലെ കുറേ എല്ലാം പിച്ചി കളഞ്ഞു, വാടി നിന്നതെല്ലാം. ഇതോ വണ്ട് വന്നുണ്ടോ, ഓടണ്ട ഒന്നും ചെയ്യത്തില്ല. വണ്ടിനെ കണ്ടുകൊണ്ട് ഓടുന്നേ അവക്കുട്ടൻ. ഇതിനകത്തും കുറേ ഉണ്ട് ഇങ്ങനെ, അതൊരു ഭംഗിയില്ലാതെ ഇങ്ങനെ നിൽക്കുന്നത്, അതെല്ലാം പിച്ചി കളയണം. വാടി നിൽക്കുന്നത്. ഇത് നല്ല ഭംഗിയുള്ള പൂവായിരുന്നു കണ്ടോ, എന്ത് രസമാണ് കാണാൻ. നല്ല റെഡ് കളറ്, ചോര കളറ്. അങ്ങ് പിച്ചി കളയട്ടെ, കുറേ നേരം എടുക്കും. ഇത് ഇഷ്ടം പോലെ ഉണ്ട് ഇതിനകത്ത്. അടുത്ത കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരാം. അവിടെ ആണെന്നുണ്ടെങ്കിൽ അച്ഛനും മോളുടെ കണ്ട് പരിപാടിയാ. ഇതാ നിൽക്കുന്നു നമ്മുടെ ചീരക്കുട്ടന്മാര്. ചീരയെല്ലാം നല്ല അടിപൊളിയായിട്ട് പിടിച്ചു വരുന്നുണ്ട്. ഇപ്രാവശ്യം പച്ചച്ചീര ഇല്ല അല്ലേ? അതെ, പച്ചച്ചീര ഇല്ല. പച്ചച്ചീര ഉണ്ടായിരുന്നെങ്കിൽ പച്ചച്ചീര ഭയങ്കര ഇഷ്ടമാണ്. ഇപ്രാവശ്യം ചുമലച്ചീരയാണ്. പക്ഷെ ഇതിനൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിത്ത് എൻ്റെ അച്ഛൻ തന്നു വിട്ട വിത്താണ്. അതെ, അച്ചാച്ചി തന്നു വിട്ട വിത്ത്. നമ്മള് ഇപ്പൊ 2 കൊല്ലമായ വിത്തായത്. 2 കൊല്ലമായിട്ട് പാകമാണ്. കഴിഞ്ഞ കൊല്ലം നമുക്ക് അധികം വിളവൊന്നും എടുക്കാൻ പറ്റിയില്ല, നമ്മള് ശ്രദ്ധിച്ചില്ല, ജസ്റ്റ് ഇട്ടിട്ട് അങ്ങ് പോയി. കഴിഞ്ഞ പ്രാവശ്യം ബിസിയായിരുന്നു. ഇപ്രാവശ്യം അങ്ങനെയൊക്കെ തന്നെയാണ്. ഓരോ കാരണങ്ങൾ, എല്ലാത്തിനും ഓരോ കാരണങ്ങളുണ്ടല്ലോ നമുക്ക് പറയാനായിട്ട്. അതെ, എന്തായാലും പിന്നെ ഇവിടെ ഇതിനകത്തുണ്ടല്ലോ, ഇതിലെല്ലാം ഞാൻ നട്ടായിരുന്നേ. 2-3 എണ്ണത്തിൽ ഞാൻ നട്ടു. അന്നേരം 3-4 എണ്ണം വിനോദിന് വേണ്ടി കൊടുത്തു. അപ്പൊ വിനോദ് പറഞ്ഞു ഞാൻ ഇതിലും നട്ടെന്ന് പറഞ്ഞു. ഇതിൽ ആക്ച്വലി നട്ടിട്ടില്ലായിരുന്നു. പിന്നെ ഇതെല്ലാം പറിച്ച് നട്ടതാ, ഇങ്ങോട്ടേക്ക് മാറ്റി നമ്മൾ നട്ടു കൊടുത്തതാണ് ഇതിനകത്തോട്ട്. നമ്മൾ റീപ്ലാന്റ് ചെയ്യുമ്പോൾ അത് പിടിച്ചു വരണമെങ്കിൽ കുറച്ച് സമയം എടുക്കുന്നതാണ് തോന്നുന്നത്. ഇവിടെ നിന്ന് പിടിക്കുന്നതൊക്കെ അത്യാവശ്യം വളരുന്നുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒന്നും പറഞ്ഞു വളർന്നത്. നാട്ടിലാണെങ്കിൽ ഇപ്പൊ വിളവെടുക്കാറുണ്ട്. ഇത് നട്ടിട്ട് എത്ര നാളായി? അതെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള പ്രശ്നം ഇതാണ്, ഇവിടുന്ന് തണുപ്പാണ്. ഇതിന് നല്ല ചൂട് വേണമെന്നാണ് എനിക്ക് തോന്നുന്നു ചീരയൊക്കെ വളരാൻ വേണ്ടിയിട്ട് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഇവിടെ ചൂട് കുറവായതുകൊണ്ടാണ് ഇത് വളരാത്തത്. എന്തായാലും ഇത്ര ആയി കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ശ്രദ്ധിക്കണം. എനിക്ക് തോന്നുന്നത് ഏറ്റവും പാട് ചീര വളർത്താനാണ്. അതെ, കഴിഞ്ഞ കൊല്ലം നമുക്ക് നല്ല വിളവ് കിട്ടിയായിരുന്നു. ചുമല ചീരയും പച്ചച്ചീരയും എല്ലാം. അതെ, അപ്രാവശ്യം കുറച്ചും കൂടെ ചൂടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത്. നമ്മൾ ശരിക്കും കഷ്ടപ്പെടണം. ചീരകൃഷിയാണ് ഏറ്റവും പാടും. ഒരുപാട് കഷ്ടപ്പെടണം, ശ്രദ്ധിക്കണം, വെള്ളം ഒഴിക്കണം. ഒരു ദിവസമൊക്കെ വെള്ളം ഒഴിക്കാതിരുന്നു കഴിഞ്ഞാൽ പണിയാണ്. പിന്നെ മണ്ണിന്റെ കാര്യം, അത് ഇത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ചീരക്ക്. ഇവിടെ പ്രത്യേകിച്ച് ഫിൻലാൻഡിലെ വെതറിൽ നമുക്ക് ചീര കൃഷി ചെയ്തെടുക്കാന്നുള്ളത് ഏറ്റവും ടാസ്കാ. ചീരക്കാളും വലുതാണ് ഈ പോച്ചകൾ ഇവിടെ കളിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ നിൽക്കുന്നുണ്ടോ, ചെറുതരം നിൽക്കുന്നുണ്ടോ, ചീരക്കാട്ടില് വളർന്ന്. ചീര ഇട്ട സമയത്ത് ഇവിടെ ഒന്നും ഇല്ലായിരുന്നു. നമ്മളിവിടെ ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് ചീര ഇട്ടയാ. ഇപ്പോഴത്തെ നോക്കിയേ, നല്ലോണം ചൊറുതനവും കാട്ട് ചെടികളും അതും ഇതും എല്ലാം വളർന്ന് നിൽക്കുന്നു. ഈ ചൊറുതനം വെച്ചിട്ട് തോരനും അതും ഇതും സൂപ്പും ഒക്കെ ഉണ്ടാക്കുന്നത്. തീയൊക്കെ ഉണ്ടാക്കും ഫിനിഷുകാര്. നാട്ടിൽ സാധാരണ തോരൻ വെക്കുന്ന പല വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് പേഴ്സണലി പേടിയാണ് ഇത് കഴിക്കാൻ വേണ്ടിട്ട്. ചൊറിയുമോന്നൊന്നും അറിയത്തില്ലല്ലേ. പിന്നെ ഫിനിഷുകാർ ഇത് വെച്ച് തീയൊക്കെ ഉണ്ടാക്കാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അന്നയുടെ അമ്മയും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളോട് ഇത് വെച്ചിട്ട് ഏതാണ്ടൊക്കെ ചെയ്യാന്ന്. നേപ്പാളി ഒരു വീഡിയോ കണ്ട സമയത്ത്
അങ്ങനെ കണ്ടായിരുന്നു. ഏവക്കൂട്ട അതോ നിന്റെ പട്ടിക്കുട്ടി അവിടെ കിടക്കുന്നു, അതിനെ എടുക്കുക, അത് മണ്ണിൽ അഴുക്കൊക്കെ ആവും. ഷോ, ഏവക്കൂട്ടൻ്റെ ഫ്രണ്ടാ, കാണിച്ച്. അച്ഛൻ ഇന്നാള് കുഞ്ഞിന് കൊണ്ട് കൊടുത്തതാണ്. എന്തോ എൻ്റെ പേര്? കുട്ടു എന്നാണോ അവൻ്റെ പേര്? ആ ഓക്കെ. ഏവക്കൂട്ടൻ നല്ല സുന്ദരിയായിട്ടില്ലേ? സൂപ്പറായിട്ടുണ്ടോ? പിരികമൊക്കെ എഴുതി കൊടുത്തായിരുന്നു 2 ദിവസം മുന്നേ. അപ്പം നല്ല അതിൻ്റെ ആ ഒരു ഇത് പോയിട്ടും ഒന്നുമില്ല, ചെറുതായിട്ടുണ്ട്. ഒരു നാടൻ ലുക്കൊക്കെ ഇല്ലേ ഏവക്കുട്ടന്. പിന്നെ ഏവക്കുട്ടൻ്റെ ടീഷർട്ട് കാണിച്ചു കൊടുത്തേ ഏവക്കുട്ട. ദൈവമേ, ഇങ്ങോട്ട് നോക്കിക്കേ, സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത് സ്വന്തമായിട്ട് ഇതേ വർക്കൊക്കെ ചെയ്ത ടീഷർട്ടാ ഏവക്കുട്ടൻ ഇട്ടേക്കുന്നത്. ഇത് ഒട്ടിച്ച് വെച്ചേക്കല്ലോ, ഒരു തേപ്പൊട്ടി വെച്ചിട്ട് ഇങ്ങനെ തേച്ച് വെച്ചേക്ക് കേട്ടോ. അതെ, ഏവക്കുട്ടന്റെ പടമാണ് ഇത്. എന്തൊക്കെയാ വരച്ചു വെച്ചേക്കുന്നത് ഏവക്കുട്ടാന്ന് പറഞ്ഞു? ഐസ്ക്രീം. പിന്നെ ഇതെന്തോ? ലൈറ്റോ? എന്തോ ലൈറ്റ്? ഇതോ? പൂപ്പു, ബണ്ണി, റാബിറ്റ്. പിന്നെ അപ്പുറത്ത് ക്യാരറ്റോ? ക്യാരറ്റ് കുഞ്ഞു തന്നെ വരച്ച കേട്ടോ. അവളുടെ ഇമാജിനേഷനിൽ അവള് വരയ്ക്കുന്നത്. ഇത്ര നന്നായിട്ട് പടം വരച്ചേക്കാൻ നോക്കിയോട്ടെ. കുഞ്ഞിന്റെ ഇമാജിനേഷനിൽ അവള് വരച്ച കാര്യങ്ങള് അച്ഛയും മോളും കൂടെ ടീഷർട്ടിൽ ഇങ്ങനെ പ്രിന്റ് ചെയ്ത് ഇട്ടേക്കുക. തലതിരിച്ചിട്ടേക്കുക. ഇതാ ഫ്രണ്ട് ഭാഗം. എന്നിട്ട് അപ്പുറം തിരിച്ചിട്ടേക്കുക അവളത് കാണിക്കാൻ വേണ്ടിട്ട്. ഇവിടെ ചെറുതനം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടമാനം ചെറുതനുണ്ട്, ഇഷ്ടം പോലെ വളർന്നങ്ങ് നിൽക്കുക. ഞാൻ പല ഇൻസ്റ്റാഗ്രാം വീഡിയോസിനും അതിലൊക്കെ കണ്ടിട്ടുണ്ട് ആൾക്കാർ തോരൻ വെച്ച് കഴിക്കുന്നത്. എനിക്ക് ഇഷ്ടമുണ്ട്, കൊതിയുണ്ട്, കഴിക്കണമെന്ന് തോന്നുന്നുണ്ട്, പേടിയുണ്ട്. പക്ഷെ പേടി എങ്ങനെ കഴിക്കും, ചൊറിയുവോ എല്ലാം പറ്റുമോ, വിഷമാണോ, അങ്ങനെയൊക്കെ ഉള്ളട്ടെ. വിഷമല്ല, അത് അവിടെ കണ്ടോ ഈ കാടിനകത്താണ് എന്തൊരു വലിയ ചെറുതനാ നിൽക്കുന്നറിയാവോ. ഈ ഭാഗത്തൊക്കെ ഈ ഭാഗത്തായിട്ട് നല്ല ഇത് വെറൈറ്റിയാ. ഇത് കണ്ടോ, ഇതിന്റെ തണ്ടാണെന്നുണ്ടെങ്കിൽ റെഡ് കളറിലെ, ഇലയാണെന്നുണ്ടെങ്കിൽ പച്ച കളറിലെ. ഇതിലൊക്കെ ഇങ്ങനെ പൂ വന്ന് നിൽക്കുന്നു. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഈ ഭാഗത്ത് മുഴുവൻ പച്ച കളറിലെ, അതെ, ഇത് മുഴുവൻ പച്ച കളറിലെ നല്ല ഇലകൾ, വലിയ ഇലകളാണ് കേട്ടോ. ഇതൊക്കെ പിച്ച് തോരൻ വെക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ തോരനും ഇലക്കറികളൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര ഒരാഗ്രഹം. പക്ഷേ നമുക്കിവിടെ ഒന്നും കിട്ടത്തില്ല. അതിനായിട്ട് നമ്മൾ ഇലക്കറികൾ കഴിക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ നിന്ന് കാണിച്ചു കൊടുക്കാം. ഇങ്ങോട്ട് നോക്കിയേ, ഇതാണ് നമ്മുടെ നല്ല ഉലുവയുടെ ഇല. നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഒരുപാട് കഴിക്കുന്ന ഒരു സാധനമാണ് ഇത്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ് മേത്തി കാ സബ്ജി. അതെ, ഇത് പൊട്ടറ്റോയും ഇട്ട് കറി വെക്കാൻ തോന്നുന്നു. ഇത് നല്ല മണമാണ്, ഈ ഇല കണ്ടു, നല്ല മണമാണ്. കസ്തൂരി മേത്തി. വെറുതെ ഇതിങ്ങനെ ഉണങ്ങി എടുക്കുന്നതാണെന്ന് തോന്നുന്നു കസ്തൂരി മേത്തി. അത് തന്നെ ബട്ടർ ചിക്കൻ ഒക്കെ ഉണ്ടാക്കുമ്പോ അതിനകത്തൊക്കെ ഇടും. റാഡിഷ്. പിന്നെ ഇത് റാഡിഷ് അല്ലേ? അത് റാഡിഷോ, കുഞ്ഞിനറിയാം. പിന്നെ കടലയുടെ ഇലയും നമ്മള് പിന്നെ കൃഷി ചെയ്യും, തോരൻ വെക്കാൻ വേണ്ടിട്ടാ. ഇത് ഒരുപാടുണ്ടായിരുന്നു. എന്തോ കിളികളൊക്കെ വന്ന് കൊത്തി തിന്നുണ്ട്. ഞാൻ ഇത്രയും ഇതിനകത്ത് നിറച്ച് നട്ടതാ. കുറച്ചിങ്ങനെ കിളുന്നായി വന്നപ്പോ ഉണ്ടല്ലോ, വന്ന് നോക്കിയപ്പോഴത്തേക്ക് സെന്റർ ഭാഗത്ത് ഒന്നും കാണുന്നില്ല. എനിക്ക് തോന്നുന്നത് ഉണ്ടല്ലോ, ഈ ബേഡ്സ് വന്നിട്ട് ഇത് കൊത്തിയിട്ട് ഇതിന്റെ സീഡ്സ് എല്ലാം എടുത്തോണ്ട് പോകും. അതാണ് അങ്ങനെ ഇതിനകത്ത് പിന്നെ ഒന്നും കാണുന്നില്ലായിരുന്നു. പക്ഷെ ഇത് കിളിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കിളുന്നോടുകൂടി തന്നെ നമ്മൾ ഇത് തോരൻ വെക്കും. അതെ, അതിനായിട്ടാണ് ഇത് വെച്ചേക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ എന്താണ് പൊട്ടറ്റോസ് ആണെന്നുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് കിളിച്ച് വരുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് അന്ന് വിനോദെല്ലാം കിളച്ച് വൃത്തിയാക്കിയിട്ടയാ. പൊട്ടറ്റോയെക്കാട്ടി കൂടുതൽ കള കയറിയിട്ടുണ്ട്. കള ഇഷ്ടം പോലാണല്ലേ, വെറുതെ അങ്ങ് പിടിക്കുക. കളയെല്ലാം നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കണം. അവിടെ ഇരുന്ന് ഞാൻ 2-3 രാവിലെ വന്നിട്ട് ഒരു ഇച്ചിരി കള ഞാൻ പറിച്ചു കളഞ്ഞതാണ് ആ ഭാഗത്തെ. വെറൈറ്റി കുറെ പൊട്ടറ്റോസ് ഉണ്ട് ഇപ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യം ഒരു ടൈപ്പ് മാത്രമായിരുന്നു, ഇപ്രാവശ്യം 3-4 ടൈപ്പ് നട്ടപ്പെടണം. കഴിഞ്ഞ പ്രാവശ്യം വെറും 4 മൂടയിൽ നമുക്ക് ഏകദേശം 1 കിലോ കൂടുതൽ പൊട്ടറ്റോ കിട്ടിയെന്ന് തോന്നുന്നു അല്ലേ. ഏറ്റവും കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊട്ടറ്റോസ് എല്ലാം ചീഞ്ഞു പോയ വെറുതെ അവിടെ കിടന്ന് കിളിച്ച പൊട്ടറ്റോസ് ഒക്കെയാണ്. അപ്പൊ എല്ലാം നമ്മള് അവിടെ കിടന്ന് കളയണ്ടല്ലോ എന്ന് കരുതി ഇവിടെ കൊണ്ടുവന്ന് വെച്ചേ. അപ്പൊ വിനോദ് എന്നോട് പറഞ്ഞത് കിളിക്കുമെന്ന് തോന്നില്ല, ഇത് കണ്ടിട്ട് ഇതെല്ലാം ചത്തുപോയിന്ന് തോന്നുന്നു. കാരണം ഇത് ചീഞ്ഞ പോലെ ഇരിക്കുവായിരുന്നു. ഞാൻ കരുതി ഓക്കെ പോക്കാണെന്ന് കരുതിയതാ. പക്ഷെ ഇതിനകത്തുള്ള വിളവൂടെ കിട്ടിയില്ലെങ്കിലാണ് വിനോദ് എന്നെ കുറ്റം പറയാൻ. അതങ്ങനെയാണല്ലോ, എന്തെങ്കിലും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇല്ലെന്നെ പാളി പോയി കഴിഞ്ഞാൽ പിന്നെ അത് ശരി, ഓക്കെ അങ്ങനെ ആട്ടെ. അതങ്ങനെയാണ്. പിന്നെ നമ്മുടെ തുലിപ്സ് ഒക്കെ കണ്ടോ, അതെല്ലാം പോയി. തുലിപ്സ് എല്ലാം പോയി. ഇനിയാണെങ്കിൽ ഇവിടെ പുല്ല് ചെത്തണം, പുല്ലെല്ലാം വളർന്നു. പിന്നെ വേറെ ചീരയുണ്ട്, അതുകൂടെ കാണിച്ചു തരാം. വേറെ ചീരയുണ്ട്, പറിച്ച് മാറ്റി നട്ടത്. പിന്നെ അതിൻ്റെ അകത്ത് 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ നോക്കിയായിരുന്നോ? അത് കരയുന്നുണ്ട്. നമ്മളിത് ഏവക്കുട്ടയ്ക്ക് വേണ്ടി വെച്ച് കൊടുത്ത ആ കൂടുണ്ടല്ലോ, പക്ഷെ ഏവക്കുട്ടിക്ക് വേണ്ടിയല്ല, ഏവയെ കൊണ്ട് കൽപ്പിച്ച കൂടല്ലേ. പേടിക്കും.
പറ്റും. ഫ്ലാഷ് ഇട്ടിട്ട് ഇത് വേറെ വന്നയാ, മറ്റവന്മാര് പോയെന്ന് തോന്നുന്നു. അതില് മുട്ടയുണ്ട് കേട്ടോ. 2 മുട്ടയുണ്ടോ? കുഞ്ഞുങ്ങളല്ല അത്. അല്ല, കുഞ്ഞുങ്ങളുണ്ട്. എവിടെ കുഞ്ഞുങ്ങള്? ഒരു കുഞ്ഞുണ്ടോ അതിനകത്ത്? അപ്പൊ ഇരിക്കുന്നത് കുഞ്ഞാണോ? അമ്മയല്ല. അല്ല, അത് കുഞ്ഞാ. മുട്ട വിരിയാത്തയാണെന്നോ എനിക്ക് തോന്നുന്നത്. കണ്ടോ ഇരിക്കുന്ന കണ്ടോ? അവന്മാര് കരയുന്നുണ്ട് അതിനകത്ത്. ഏവക്കൂട്ടം വെച്ചെടുത്ത കൂടാ കിളികൾ വന്നു. അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം തൊട്ട് അവന്മാര് കൂടുതൽ മുട്ട ഇടുമായിരിക്കും. ഈ പ്രാവശ്യം ട്രയലാന്ന് തോന്നുന്നു. അല്ലേ ഏവക്കൂട്ടാ? അവരങ്ങ് വലുതായിട്ട് അങ്ങ് പറന്നുപോയി. ഇനി വേറെ കിളികളാ ഇവന്മാരാ ഇനി ലാസ്റ്റ്. മറ്റേ വീടിനോട് ചേർന്നുള്ളതിലും വന്നിട്ട് അവരും മുട്ടയിട്ടിട്ട് പോയി. അവരെ ഈ പ്രാവശ്യം നമ്മളധികം മൈൻഡ് ചെയ്തില്ല. ഏവക്കൂട്ടം കാര്യമായിട്ട് എന്തോ ഉണ്ടാക്കുവാണ്. എന്താ ഏവക്കൂട്ടാ ഉണ്ടാക്കുന്നേ? അപ്പാപ്പോ? എന്താ അപ്പാപ്പ ഉണ്ടാക്കുന്ന? വിശന്നിട്ട് വയ്യ. എന്തോ ഉണ്ടാക്കാൻ പോന്നേ? ഓക്കെ, ബ്ലൂബെറി ഇട്ടിട്ട് ഉണ്ടാക്കുക എന്തൊക്കെയോ. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബെറീസ് ഒക്കെ പഴുത്ത് വരുന്നതേ ഉള്ളൂ. ചിലതൊക്കെ ഇതേ കണ്ടോ, ഇതിന്നാണ് പഴുത്തത് പിച്ചി ഏവക്കൂട്ടനാണെന്നുണ്ടെങ്കിൽ കളിക്കുവാണ്. വ്ളോഗ് എടുക്കാനായിട്ടേ ഒരു പ്ലാനും ഇല്ലായിരുന്നേ. എപ്പോ വീഡിയോ എടുത്താലും അത് കഴിക്കാൻ പറ്റും. എപ്പോ വീഡിയോ എടുത്താലും ഫോൺ സ്വിച്ച് ഓഫ് ആകാൻ പോകുന്നു പറയും. 9% ഫോൺ സ്വിച്ച് ഓഫ് ആകുന്നതിന് മുന്നേ കൊണ്ടുപോയി കുത്തിയിടണം. അപ്പൊ ഉലുവയൊക്കെ കണ്ടല്ലോ. ഉലുവയുടെ കൂടെ റാഡിഷ്, കടല, പിന്നെ ക്യാരറ്റ് ആണ് പിടിച്ചു വരുന്നത്. പിന്നെ എന്തൊക്കെയോ കിളിച്ചു വരുന്നുണ്ട് ഇവിടെ. ബീൻസ്. ഇതെന്തോ പോനെ? സുക്കിനി. ഇവിടെ ഞങ്ങള് സുക്കിനി അട്ടയപ്പുണ്ട്. ഇതെന്തോ കേട്ടോ? സലാഡ് നമുക്ക് കഴിച്ചാലോ? കുറച്ച് ഏവിക്ക് കുറച്ച് അച്ചയ്ക്ക്. സലാഡ് ഇഷ്ടമാണ്. പശുവും ആടും ഒക്കെ കഴിച്ച് കുഴപ്പമില്ല. പൊന്ന് കഴിക്കട്ടെ, കഴിക്കാം. അച്ഛൻ കഴിക്കാം. നമ്മളൊന്നും കഴുകുന്നതല്ലേ, വെള്ളം ഒഴിച്ച്. ഇത് നമ്മുടെ സലാഡാണ്. ഫ്രഷ് സലാഡ് ഇതേപോലെ പറിച്ച് കഴിക്കാൻ പറ്റും. കുക്കുംബർ ഇതേ പിടിച്ചു വരുന്നുണ്ട്. ഒരു കുക്കുംബർ ഇതേ കാ കുത്തിയിട്ടുണ്ട്. ഇതേ നോക്ക്. ഇത്രയും അങ്ങോട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് നാട്ടിൽ പോയ സമയത്തൊക്കെ ശരിക്കും കുക്കുംബർ പിടിച്ചു ഇഷ്ടം പോലെ. നോക്കാതെയും കാണാതെയും കിടന്നപ്പോ ഇഷ്ടം പോലെ പിടിച്ച്. ഇപ്രാവശ്യം എന്ന് നോക്കുന്നോണ്ടാവും. പിന്നെ ഇതെല്ലാം ക്യാരറ്റ്സും റാഡിഷും. ശരിയാണ് ഇങ്ങോട്ട് ചീരയൊക്കെ മാറ്റി നട്ടേക്കുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ മാറ്റി നട്ടിട്ടുണ്ട്. അവിടെ മാറ്റി നട്ടിട്ടുണ്ട്. ഇത് ഏവക്കൂട്ടന്റെ കൃഷിയാണ്. ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചതാ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ എവിടെയൊക്കെ മാറ്റി നടും. അപ്പുറത്ത് നട്ടു വെച്ചിട്ടുണ്ട്, അതും കാണിച്ചു തരാം. പിന്നെ നമ്മുടെ ചില്ലി പിടിച്ചിരിക്കുന്ന ഇതിന് അത്ര എരിവൊന്നും ഇല്ല നമ്മുടെ നാട്ടിലെ ചില്ലി പോലൊന്നും. ഇന്നലെ ഞാൻ മീൻകറി വെച്ചപ്പോ അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. കഴിച്ചായിരുന്നോ? ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് മറ്റേ ചില്ലി ആയിരുന്നു. 2 ഇട്ടിട്ടുണ്ട്. ഇതിന്നും അതിന്ന് ഇട്ടായിരുന്നു. ഇതെല്ലാം ക്യാരറ്റാ. ക്യാരറ്റ് എല്ലാം ഒരുമിച്ചൊക്കെ നിൽക്കുക. വല്ല വിളവും കിട്ടുമെന്ന് അറിയത്തൊന്നുമില്ല. പിന്നെ തക്കാളിക്ക് പിടിച്ചു വരുന്നുണ്ട്. ചെറിയ ടൊമാറ്റോസ് ആണ്. ഇത് നോക്ക്, ചെറിയ ടൊമാറ്റോസ്. പിന്നെ ക്യാപ്സിക്കം ഇവിടെ നിൽപ്പുണ്ട്. ചെറിയ ഈ പയർ പിടിച്ചത് കണ്ടോ? ഇങ്ങനത്തെ അത് പിടിച്ചിട്ടുണ്ട്. ക്യാപ്സിക്കം പിടിച്ച് നിൽപ്പുണ്ട്. ഈ ടൊമാറ്റോ നല്ല രസമുണ്ട്. ഇവിടെ ഇല നിങ്ങൾ പറിച്ച് കളയുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ ഏതാ പറഞ്ഞത്? അത് ഞാനങ്ങ് പിച്ച് കളഞ്ഞു. അതിനൊന്ന് ഇച്ചിരി കാറ്റും വെളിച്ചം കൊള്ളാനും. കാറ്റും വെളിച്ചമല്ല ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഷെയ്ഡുള്ളപ്പോഴേ ഡയറക്റ്റ് സൺലൈറ്റ് അടിച്ച് കേടാകാതിരിക്കുമല്ലോ. പിന്നെ ഈ പ്രാണികളൊന്നും വന്ന് കൊത്തത്തുമില്ല ഡയറക്റ്റ്. ഇപ്പൊ എല്ലാത്തിലും പിടിക്കുമല്ലോ. അപ്പൊ നമുക്ക് എല്ലാം മറച്ചു വെക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ ഇലകൾ ഇങ്ങനെ മുറിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. ഈ മിന്റ് എന്താ നമ്മള് ഇത് മുറിച്ച് സ്റ്റോർ ചെയ്യാത്ത? എന്തുമാത്രം മിന്റാ നിൽക്കുന്നത്? ബിരിയാണിയൊക്കെ വെക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇടാൻ പറ്റും. ഏറ്റവും ഈസി ആയിട്ട് കളിക്കുന്ന എനിക്ക് തോന്നുന്നു ഉള്ളിയാണെന്ന് തോന്നുന്നു. ഉള്ളിയാണ് കാട് പോലെ പിടിച്ച് കിടക്കുന്നത്. പച്ചമുളകിലൊന്നും അങ്ങനെ പൂക്കളൊക്കെ ശരിക്കും കുത്തുന്നുണ്ട്. ആർക്കെങ്കിലും അറിയോ എന്തുകൊണ്ടായിരിക്കും ഇതില് കാ വീഴാത്തേന്ന്? അതേന്ന്. ഇത് നമ്മുടെ കാന്താരിയാ. ഇതിന്റെ എരിവ് എങ്ങനുണ്ട്? നല്ല എരിവ് അതിന്. നല്ല ആറ്റ എരിവ് അതിന്. ഈ പരാഗണം നടക്കാത്തോണ്ടാണോ? വണ്ടില്ല, ഈ തേനീച്ചയൊക്കെ ഇല്ലാത്തോണ്ടാണോ? എങ്ങനെ ഇത് പറ്റും? ഇത്രയും ചെറിയ പൂവേലെല്ലാം ഓരോന്ന് പിച്ച് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാല് പരാഗണം നമ്മൾ മാനുവലായിട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് അതെനിക്ക് അറിയത്തില്ല എന്ത് ചെയ്യുന്നു. പക്ഷെ ഇത് പിടിച്ചു കിട്ടിയിരുന്ന നല്ലതായിരുന്നു. നല്ല അടിപൊളി കാന്താരിയാ. നല്ല കാന്താരി. പിന്നെ ഇത് നമ്മുടെ പീസാണ് ഇവിടെ നിൽക്കുന്നത് അല്ലേ? പീസ് വളർന്ന് ഇത്ര ആയിട്ടുണ്ട്. നല്ല രീതിയിൽ ഞങ്ങള് അതിനെ നോക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്രയായി. എന്തായാലും ഇതിന് നമുക്ക് നല്ല വിളവെടുക്കാന്ന് പ്രതീക്ഷിക്കുന്നു. പീസിനകത്തുനിന്ന് കയറൊക്കെ കെട്ടിക്കൊടുത്തേക്കോ വലിഞ്ഞ് കയറാനായിട്ട്. പെട്ടെന്ന് അങ്ങ് കയറുന്നുണ്ട്. ഇതിന് പ്രത്യേകിച്ച് അധികം കയറൊന്നും വേണ്ട. നല്ല രീതിയിൽ പിടിക്കുകയും ചെയ്യുന്നതാണ്. ഇത് നമ്മുടെ നാട്ടിലെ പയറാണ്. ഈ നാട്ടിലെ പയറും ഇതെല്ലാം ഒരേ സമയത്ത് ഇട്ടേ. നാട്ടിലെ പയർ ഇപ്പോഴും അതേപോലെ അവിടെ നിൽക്കുകയാണ്.
പക്ഷെ ഇവിടുത്തെ ആ പീസ് ആണെങ്കിലും വളർന്നു ഇത്രയായി. നാട്ടിലെ ഒന്നും പിടിക്കാൻ ചാൻസ് ഇല്ല ഇവിടെ. നാട്ടിലെ നമ്മുടെ കാലാവസ്ഥ കൊണ്ടാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. അത് കാണിച്ചു കൊടു. തക്കാളി ശാരി ഇങ്ങനെ മാറ്റി നട്ടത് എനിക്ക് തോന്നുന്നത് വേരായതിന്. അത് വേരായി. അത് തക്കാളി വരെ അതേ നിന്ന് പിടിച്ചു കണ്ടോ. ശരി, അതെ വേരൊക്കെ വേരെല്ലാം പിടിച്ചു. അത് കുഴിച്ചു വെച്ചാൽ മതി. അപ്പൊ വേറെ തക്കാളി തൈ കിട്ടും നമുക്ക്. തക്കാളി ഏതെങ്കിലും ഉണ്ട്. അതേ പിടിക്കുന്നുണ്ട്. അത് നല്ലോണം വെള്ളത്തിൽ മുക്കി വെക്കാം, അല്ലെങ്കിൽ ചീഞ്ഞു പോകും. വേരിറങ്ങട്ടെ. വേരിറങ്ങിട്ട് നമുക്കത് കുഴിച്ചു വെക്കാം. അങ്ങനെ തക്കാളി എളുപ്പത്തിൽ പിടിപ്പിക്കുന്ന ഒരു ഐഡിയ ആണത്, തക്കാളി ചെടി. അപ്പൊ നല്ല വിളവ് നമുക്ക് പെട്ടെന്ന് കിട്ടുമെന്നൊക്കെയാ പറഞ്ഞത്. അപ്പൊ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ. അത് എനിക്ക് തോന്നുന്നതേ 1-2 സ്റ്റാൻഡും കൂടെ ഇങ്ങനെ കൊടുക്കണം, കമ്പ് കുത്തി. ഇതിന് ഒടിഞ്ഞു പോകും. ഭയങ്കര കാറ്റാ ഇവിടെ. ഭയങ്കര കാറ്റാണ്. എല്ലാത്തിനും നമ്മൾ ഇങ്ങനെ പടരുന്നതിനും ഒക്കെ അല്ലാത്തതിനും ഒക്കെ നമ്മൾ കൊടുക്കും. ഇങ്ങനെ ചെറിയൊരു നമുക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രീൻ ഹൗസ് ഉണ്ടായിരുന്നത് നല്ലതായിരുന്നു. ഞാൻ മാറ്റി നട്ട ചീര കണ്ടോ, അതും എല്ലാം ഇങ്ങനെ ജീവൻ വെച്ച് വരുന്നുണ്ട്. മാറ്റി വെച്ചാൽ ഇച്ചിരി കൂടെ വളർന്നിട്ടില്ലേ? ചെറിയതായിട്ട് വളർന്നിട്ടുണ്ട്. അതിനർത്ഥം അത് പിടിക്കുമെന്നോ? വലുതായിട്ട് നമ്മൾ വെച്ചപ്പോ ഇത്ര ഇല്ലായിരുന്നു തോന്നി. ഇപ്പൊ ഇലക്കൊക്കെ ചെറിയ വണ്ണമൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ അവിടെ എല്ലാം കൂടെ ഒന്നിച്ച് നിൽക്കുമ്പോഴത്തേക്ക് ആ ഒരു ഒരു എടുപ്പുണ്ട്. ഇത് ഇച്ചിരി ഗ്യാപ്പ് ഇട്ട് നിൽക്കുക. ഇത് വലുതാകുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നു വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. 1-2 എണ്ണമൊക്കെ ഇപ്പോഴും അതേപോലെ തന്നെ നിൽക്കും. ആ ചെറുതൊക്കെ ചിലതൊക്കെ നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ശാരി എന്തൊക്കെ സലാഡൊക്കെ ഇട്ടേപ്പുണ്ട്. ഈ സലാഡാണ് ഇഷ്ടം പോലെ ചുമ്മാ പിടിക്കും. പക്ഷെ ഒരു കാര്യമില്ല, ആരും തിന്നത്തുമില്ല, വെറുതെ അങ്ങ് ഇട്ടിട്ട്. ഇത് വെറൈറ്റി കളേഴ്സ് ആണ്, 2 വെറൈറ്റി കളറുകളിലെ. പിന്നെ റാഡിഷ്, ഇതെന്താണ് എന്തൊക്കെയോ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ മല്ലിയിലയാണ്. മല്ലിയില നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട കാര്യമാണ് എല്ലാത്തിലും. ഭയങ്കര എത്ര ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. സ്റ്റോർ ചെയ്യാനൊന്നും നമുക്ക് നമ്മൾ ഫ്രീസറിലൊന്നും വെച്ചിട്ട് മല്ലിയില ഒരു കാര്യമില്ല. കറിവേപ്പിലയൊക്കെ ആണെങ്കിൽ നമുക്ക് ഫ്രീസറിൽ വെക്കാൻ പറ്റും. നമ്മൾ സാധാരണ കറിവേപ്പിലയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഫ്രീസറിൽ വെക്കുന്നത്. മല്ലിയില മെയിനായിട്ട് ആ മണമാണ് അതിൻ്റെ. അപ്പം ഈ കറിവേപ്പില പോലെ ഇതിന് പെട്ടെന്ന് മണമൊക്കെ നഷ്ടപ്പെടും, ഒരു ഫ്രഷ്നെസ് കിട്ടത്തില്ല. എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല, എനിക്ക് ഫ്രഷ് ആയിട്ട് ഇടുന്ന ഇഷ്ടം. ഇത് നമുക്ക് കുറച്ച് നാൾ ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ഇതൊക്കെ ഒരു രസത്തിന് വേണ്ടി വളർത്തുന്നതാണല്ലോ. സമ്മർ ആകുമ്പോൾ എന്തെങ്കിലും ഒരു ഹോബി വേണമല്ലോ. നമ്മൾ പിന്നെ വിത്ത് നട്ടിട്ടുണ്ട്. അതായത് ഇത് മുറിച്ചെടുക്കുമ്പോഴത്തേക്ക് അടുത്ത ആവാൻ വേണ്ടി നമ്മൾ വിത്ത് ഇട്ടിട്ടുണ്ട്. ഇവിടെ കിടപ്പുണ്ട്. അപ്പൊ ഇതെടുക്കുമ്പോഴത്തേക്ക് അത് കിളുക്കും. സമ്മറിൽ കുറച്ച് നാൾ മാത്രമേ നമുക്ക് ഇതൊക്കെ ചെയ്യാനൊക്കത്തുള്ളൂ. ആ സമയത്ത് നമ്മൾ ചെയ്യുന്നുണ്ട്. കാരണം മല്ലിയില നമ്മൾ ഓൾമോസ്റ്റ് എല്ലാത്തിലും യൂസ് ചെയ്യും. നമ്മൾ നോർത്ത് ഇന്ത്യയിൽ താമസിച്ചപ്പോൾ തൊട്ടുള്ള നമ്മുടെ ഒരു ശീലമാണ് നമുക്ക് മല്ലി എല്ലാത്തിലും ഇങ്ങനെ ഇട്ട് കഴിക്കുക എന്നുള്ളത്. സാമ്പാറിലും ചിക്കൻ കറിയിലും അതെ, ബീഫ് കറിയിലും വെജിറ്റബിൾസ് ഒക്കെ വെക്കുവാണെങ്കിലും മെഴുക്കുരട്ടിയൊക്കെ വെക്കുവാണെങ്കിൽ അതിനകത്ത് ഇടുന്നത് ഒരു ശീലമായി പോയി. ഭയങ്കര ഇഷ്ടമാണ്. ചിക്കൻ്റെ അകത്ത് നല്ല സാമ്പാർ, രസം, അതിലൊക്കെ നല്ല. പക്ഷെ ബീഫ് കറിക്കകത്ത് അങ്ങനെ ആരും ഇടാറില്ലെന്നാ തോന്നുന്നത്. അതെ, പിന്നെ ബിരിയാണിക്കകത്തൊക്കെ ഇടും, പോർക്കിനകത്ത് ഇടും, പോർക്കിന്റെ അകത്ത് ഇടാം. അതിലൊക്കെ നല്ലതാണ്. കൃഷി കാണിച്ചു കഴിഞ്ഞിട്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ അകത്ത് കയറി ചായ കുടിക്കാനുള്ള സമയമായി. ചെറിയൊരു വീഡിയോ ഇടുമ്പോൾ തന്നെ 10-20 മിനിറ്റ് പെട്ടെന്ന് തന്നെ ആവും. അതിൽ കൂടുതലൊക്കെ ഇടുന്നത് നമുക്കും ഒരു മടുപ്പാണ്, പിന്നെ കാണുന്നവർക്കും മടുപ്പായി പോകും അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഒരു ടാറ്റ പറഞ്ഞു നോക്കൂട്ടാ.